ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായ സുപ്രീം കോടതി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജുഡീഷ്യൽ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഭരണഘടനയുടെ കാവൽക്കാരനായ ഈ പരമോന്നത നീതിപീഠം എങ്ങനെ പ്രവർത്തിക്കുന്നു? രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനായ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? സുപ്രീം കോടതിയുടെ ചരിത്രം 3 ഘട്ടങ്ങളായി തിരിക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൽക്കട്ടയിൽ സ്ഥാപിച്ച സുപ്രീം കോടതിയായിരുന്നു ആദ്യ രൂപം. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഫെഡറൽ കോടതി ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പിറവി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 124 സുപ്രീം കോടതിയുടെ രൂപീകരണത്തിന് അടിത്തറയിട്ടു. 1950 ജനുവരി 28 ആദ്യ സിറ്റിംഗ് നടന്നു. നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് HJ കനിയ ആയിരുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഈ പരമോന്നത സ്ഥാപനത്തിൽ ഒരു ചീഫ് ജസ്റ്റിസും 33 മറ്റ് ജഡ്ജിമാരുമാണ് ഉൾപ്പെടുന്നത്. അതായത് അനുവദനീയമായ ആകെ അംഗബലം 34. കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ജഡ്ജിമാർ ബെഞ്ചുകളായി തിരിഞ്ഞാണ് വാദം കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ചോദ്യങ്ങൾ തീരുമാനിക്കുന്നത് 5 അതിലധികമോ ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചുകളാണ്. സാധാരണ കേസുകൾ 2 അല്ലെങ്കിൽ 3 ജഡ്ജിമാർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചുകൾ കേൾക്കുന്നു. ഈ ജഡ്ജിമാരെല്ലാം 65 വയസ്സ് വരെയാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഒന്നായ ചീഫ് ജസ്റ്റിസിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ഭരണഘടനയുടെ അനുച്ഛേദം 124(2) അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് നിയമനത്തിനുള്ള ഔദ്യോഗിക അധികാരം. ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കുന്നതിലെ ഏറ്റവും ശക്തമായ കീഴ്വഴക്കം സീനിയോറിറ്റി തത്വമാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മുതിർന്ന ജഡ്ജിയെയാണ് അടുത്ത ചീഫ് ജസ്റ്റിസ് നിയമനത്തിനായി ശുപാർശ ചെയ്യുന്നത്. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് കൊളീജിയം സംവിധാനമാണ്. പുറത്തു പോകുന്ന ചീഫ് ജസ്റ്റിസ് തന്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഏറ്റവും സീനിയറായ അടുത്ത ജഡ്ജിയുടെ പേര് സർക്കാരിന് ശുപാർശ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന മറ്റ് 4 ജഡ്ജിമാരും ഉൾപ്പെടുന്ന ഈ കൊളീജിയമാണ് നിയമനങ്ങളുടെ അന്തിമ ശുപാർശ നൽകുന്നത്. നിയമ മന്ത്രാലയം കൊളീജിയത്തിന്റെ ശുപാർശ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ പുതിയ ചീഫ് ജസ്റ്റിസിനെ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേൽപ്പിക്കുന്നു. ഈ പ്രക്രിയ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്നു. സുപ്രീം കോടതിയുടെ അധികാര പരിധി വളരെ വിപുലമാണ്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ തീർപ്പാക്കുന്ന ഒറിജിനൽ അധികാര പരിധി, ഹൈക്കോടതികളിൽ നിന്നുമുള്ള അപ്പീലുകൾ കേൾക്കുന്ന അപ്ലൈറ്റ് അധികാര പരിധി, അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകുവാനുള്ള അഡ്വൈസറി അധികാര പരിധി എന്നിവ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും നിർണായകം പൗരന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള അധികാരമാണ്. കൂടാതെ പൊതു താൽപര്യ ഹർജികളിലൂടെ സാധാരണക്കാർക്ക് നീതി തേടാൻ ഇവിടെ അവസരമുണ്ട്. നിലവിൽ 2025 നവംബർ 24 ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. ജുഡീഷ്യറിയുടെ ഈ പരമോന്നത സിംഹാസനം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്നു.